ഇന്ന് ഞാനൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ഇതിനായി 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. ഞാൻ പച്ചമുളകിന് പകരം കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഒരു തക്കാളി, അതും നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇടണം. ഇതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ട് കൊടുക്കണം. ഇതൊന്ന് ചെറുതായിട്ട് ചുമന്ന് വരുമ്പോൾ ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇത് കുറച്ചൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി നല്ലതുപോലെ വഴണ്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കുറച്ച് പെരിഞ്ജീരകപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 3 മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം. ഇതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. കുറച്ചൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഓഫ് ചെയ്തിടാം. ഇനി ഒരു പാത്രത്തിൽ ഒരു 1/2 കപ്പ് മൈദ മാവ് ഇടുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മതി. അതും കൂടി ഇട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 2 സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. നല്ല ലൂസായിട്ട് കലക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് പരത്തി ഒഴിക്കണം. ഒരു സൈഡ് മാത്രം വേവിച്ചാൽ മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് നേരത്തെ ചിക്കി വെച്ച മുട്ട വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും കിട്ടത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം നീളത്തിൽ ചുരുട്ടിയെടുക്കണം. 2 സൈഡും മടക്കിയതിന് ശേഷം നീളത്തിൽ ചുരുട്ടിയെടുക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ മുരിച്ചെടുക്കണം.
ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ ഒരെണ്ണം കൂടി ചെയ്തെടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ക്രിസ്പിനെസ് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇത് സോസിനൊപ്പം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. ഒപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.